നമസ്കാരം. ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എന്ന് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ പഞ്ചായത്ത് കൈനഗിരി പഞ്ചായത്താണ്. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി പഞ്ചായത്താണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ആ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ അവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്. പക്ഷേ അതിലേക്ക് പതുക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർ വളരെ കഷ്ടിച്ചാണ് ഭൂരിപക്ഷമൊക്കെ നേടി ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ പഞ്ചായത്തിൽ ഒരു BJP അക്കൗണ്ട് തുറന്നു. 11 വാർഡ് എന്ന വാർഡിൽ നിന്ന് 9 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ 9 വോട്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ചെറിയ ഭൂരിപക്ഷമാണല്ലോ എന്ന്. അവിടെ മിക്ക വാർഡുകളിലും 900 വോട്ട് 1000 വോട്ടൊക്കെ കഷ്ടിച്ചാണ്. അവിടുത്തെ ഭൂരിപക്ഷം എന്നത് 20 വോട്ട് 30 വോട്ട് ഈ രീതിയിലൊക്കെയാണ് പോകുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വികസനങ്ങൾ അവിടെ കാണാനുമുണ്ട്. കാരണം നോക്കുകുത്തിയെ പോലെ നിൽക്കുന്ന ഒരു വാട്ടർ ടാങ്ക്, ഇന്ന് വരെ അതിൽ നിന്നൊരു ശുദ്ധജലം കുടിക്കാനുള്ള യോഗം എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളവർക്കും അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അതങ്ങനെ നിൽക്കുകയാണ് 10-35 വർഷമായിട്ട്. അതൊരു വികസന നേട്ടമാണ്. പിന്നെ മറ്റൊരു വികസന നേട്ടം ഈ അടുത്ത കാലത്തായിട്ടാണ് അത് തീർന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കല്ലിട്ട്, പിന്നീട് G. സുധാകരൻ്റെ കാലത്ത് അത് തീർത്ത ഒരു പാലമാണ്. ആ പാലം അക്കരെ ഇക്കരെ മുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു അപ്രോച്ച് റോഡില്ല. ഇതാണ് രണ്ടാമത്തെ വികസനം. പിന്നെ അടിസ്ഥാനപരമായിട്ട് അവിടെ കർഷകരാണ്. കാർഷിക മേഖലയിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, കാസർഗോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കുട്ടനാട്ടിലെ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശുദ്ധജലം കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൽ നല്ലൊരു അളവ് പരിഹരിക്കാനൊക്കെ പറ്റും. അത് അവിടുത്തെ പ്രധാന വിഷയമാണ്. മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ ജീവൻ ഇത് കാത്തു സൂക്ഷിക്കാനുള്ള ചില അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വിഷയം. കുടിവെള്ളം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2 യാത്രാ ദുരിതം മാറ്റുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷന്, അതായത് ഇതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിക്ക വാർഡുകളിലും BJP 100-നടുത്തോ 100-ന് മുകളിലൊക്കെ ആയിട്ട് ചിലയിടത്തൊക്കെ ജയിക്കുന്ന തരത്തിലൊക്കെ അവർ സീറ്റ് പിടിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു BJPയുടെ ഒരു കൊടി അവിടെ ഉയരും എന്ന ഒരു കാഴ്ച. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ക്ലാസ്മേറ്റും ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഒരാൾ, അയാളിപ്പോൾ പട്ടാളത്തിലാണ്, അവനാണ് ആദ്യമായിട്ട് അവിടെ കൊണ്ട് BJPയുടെ കൊടി ഉയർത്തിയത്. ഞാനും വേറെ 2 സുഹൃത്തുക്കളും കൂടിയാണ് അന്ന് രാത്രി തന്നെ അത് വലിച്ച് ആറ്റിൽ കളഞ്ഞത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, അതായിരുന്നു അന്നത്തെ അവസ്ഥ. നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പൊട്ടക്കിണറ്റിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. കാര്യം ലോകം അറിഞ്ഞു കഴിയുമ്പോഴാണ് കമ്മ്യൂണിസം എന്നത് കാലഹരണപ്പെട്ട ഒരു സംഗതിയാണെന്ന്. അതൊക്കെ മാറ്റി ഈ പുതിയ കാലത്തിനൊപ്പം പോകണമെങ്കിൽ ആ വികസനം കൊണ്ടുവരണമെന്നും മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു ചിന്ത, അറിവ് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പം പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് എൻ്റെ ആ ഗ്രാമത്തെപ്പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ എൻ്റെ വാർഡിൽ മത്സരിച്ച ഒരു ഷാനി സുനിൽ എന്ന് പറഞ്ഞ ഒരു BJPക്കാരിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. എൻ്റെ കുടുംബം പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അതിലൊരുപാട് ആളുകൾ ഇപ്പോൾ ഈ BJP ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ BJPക്കാരിയായ ആളാണ് ഈ ഷാനി സുനിലും ഭർത്താവും ഒക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ ഈ 8-ാം വാർഡിൽ അവർ നിന്നു. ഏതാണ്ട് 100-നടുത്തോളം വോട്ടുകൾ പിടിച്ചു. 0 വോട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്ന് ഓർക്കണം. 10 വർഷത്തിന് മുമ്പൊക്കെ 0 വോട്ടുണ്ടായിരുന്ന സ്ഥലമാണ് എന്ന് ഓർക്കണം. അവിടെ അവർ അത്ര വോട്ട് പിടിച്ചു. ഇപ്പോൾ അവർ വേറൊരു മണ്ഡലത്തിലാണ് അവർ ഇപ്പോൾ മത്സരിക്കുന്നത്. 14-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഈ വാർഡിൻ്റെ പ്രത്യേകത, ചരിത്രത്തിൽ ഇന്ന് വരെ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ സ്ഥാനാർത്ഥി അവിടെ പര്യടനം നടത്തുമ്പോൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? ഞങ്ങൾക്ക് BJP വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ താമരയിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ നിരവധി ആളുകളെ അവർ കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്നൊന്ന് കേട്ടു നോക്കാം. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഷാനി സുനിൽ നയ്യനെ നിങ്ങളേവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കഴിഞ്ഞ 45 വർഷക്കാലമായി LDF UDF സർക്കാരുകൾ മാറി ഭരിച്ചിട്ടും നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഒരു വികസനങ്ങളും ഉണ്ടായിട്ടില്ല. ഈ 14-ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ശുദ്ധജലമില്ലായ്മ, യാത്രാ സൗകര്യങ്ങളില്ലായ്മ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം ഇടപെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ആ ഗ്രാമത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ BJP സ്ഥാനാർത്ഥിയായ എനിക്ക് നിങ്ങളേവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമായി നിങ്ങൾക്ക് ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.
ഒരു കുട്ടനാട്ടുകാരൻ, കൈനേരിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന കൈനേരിക്കാരായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയോ കൊല്ലമായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഒരേ കൂട്ടരിൽ തന്നെ നമ്മൾ ജയിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് കിട്ടി നമുക്കെന്ന് ആലോചിക്കണം. മറ്റുള്ള ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നാടിനും നമ്മുടെ അവിടുത്തെ ജീവിതശൈലിക്കുമൊക്കെ എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിന് കേവലം 1.5% മാത്രമാണ് ട്രൈബൽ ഏരിയ ഉള്ളത്. അതായത് ആദിവാസി വനമേഖല എന്നത്, അതായത് ആദിവാസികളും മറ്റും താമസിക്കുന്ന സ്ഥലം കേവലം 1.5% മാത്രമാണ്. ബാക്കി 98.5% സ്ഥലങ്ങളും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരുപോലെയാക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. ഇനിയാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമം ഇപ്പോഴും പിന്നിലാണ് എങ്കിൽ അതിന് ഉത്തരവാദികൾ ഇതുവരെ നമ്മളെ ഭരിച്ചവർ മാത്രമാണ്, മറ്റൊന്നുമല്ല. കാരണം നമ്മുടെ സ്ഥലം ആലപ്പുഴ ടൗൺ പോലെയോ അല്ലെങ്കിൽ മറ്റേതൊരു സിറ്റി പോലെയോ ആക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ഭൂപ്രകൃതി കൊണ്ടും പാടശേഖരങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ശരിയാണെങ്കിലും എത്രയോ മുന്നേ വരേണ്ടിയിരുന്ന റോഡുകൾ, പാലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. എപ്പോഴും ഒരു പാർട്ടിയുടെ തന്നെ അടിമയായിട്ട് നിന്ന് ആ അടിമത്ത മനോഭാവത്തോടെയല്ല ജീവിക്കേണ്ടത് എന്ന് കൈനേരിക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നന്നായിട്ടറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അറിവില്ലാത്ത വീട്ടമ്മമാരെയും തൊഴിലുറപ്പിന് പോകുന്നവരെയും ഇവർ പറ്റിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ഏത് ചിഹ്നത്തിലാണ് കുത്തുന്നത് എന്ന് അരിവാളിന് കുത്തിയില്ല എങ്കിൽ പാർട്ടി ഓഫീസിലിരിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറിക്ക് അതവിടെ കമ്പ്യൂട്ടറിൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ചില പാവപ്പെട്ട അമ്മച്ചിമാരെ ഇവർ പേടിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്. അപ്പോൾ അവർ വിചാരിക്കും, അയ്യോ ശരിയാണ്, ഞങ്ങൾ ചിഹ്നം മാറ്റി കുത്തിയാൽ പാർട്ടി സെക്രട്ടറി അറിയും, അതുവഴി ഞങ്ങൾക്ക് നാളെ തൊഴിലുറപ്പിന് പോകാൻ പറ്റില്ല. ഇങ്ങനെ പേടിപ്പിച്ചൊക്കെയാണ് പലപ്പോഴും ഇവരെ കൊണ്ട് വോട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, തൊഴിലുറപ്പിന് വരുന്ന ഒരു ദേശാഭിമാനി മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പിന്നെ എതിർപ്പൊക്കെ ഉണ്ടായപ്പോഴാണ് മാറിയത്. അങ്ങനെ ഈ ആളുകളെ, അജ്ഞരായിട്ടുള്ള ആളുകളെ നിരവധി തവണ പറ്റിച്ചും കബളിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ തന്നെയാണ് ആ പാർട്ടി അവിടെ ഇതുവരെയൊക്കെ പിടിച്ചു നിന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ആ രീതിയിലായിരിക്കുകയില്ല എന്ന് ഉറപ്പാണ്. കാരണം ആളുകൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ വിവരസാങ്കേതിക വിദ്യയും മൊബൈലും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതിനാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ഇനി അധികകാലമൊന്നും നിൽക്കില്ല എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും മാറ്റം വരണം. ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. അതിനായി ഇത്രയും കാലം വോട്ട് ചെയ്ത ഈ ഇടതിനും വലതിനും ഒന്നും കൊടുക്കാതെ പരീക്ഷിച്ച് നോക്കുക. കാരണം 4-5 പതിറ്റാണ്ടായിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾ വിജയിച്ചില്ലല്ലോ. അപ്പോൾ ഒരു തവണ പരീക്ഷിക്കണം, ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ മാറ്റം ഉണ്ടാവട്ടെ. ഒരു സ്ഥാനാർത്ഥി, ഒരാൾ, ഒരു വാർഡിൽ നിന്ന് ഒരു BJP-കാരൻ ജയിച്ചപ്പോൾ തന്നെ ആ വാർഡിനുണ്ടായ മാറ്റം നമുക്കറിയാവുന്നതാണ്. അത് കൂടുതൽ വാർഡിലേക്ക് വരണം. ഒന്നുമില്ലെങ്കിലും തങ്ങൾക്ക് എതിരാളി ഉണ്ടെന്നുള്ള ബോധ്യത്താൽ ചെയ്യേണ്ട കാര്യങ്ങളെങ്കിലും ഇവർ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിനാൽ മാറ്റം വരണോ, തീർച്ചയായിട്ടും പഴയ അടിമത്ത മനോഭാവത്തിൽ നിന്ന് മാറി ഈ പതിറ്റാണ്ടുകളായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരെ പാടെ ബഹിഷ്കരിച്ച് വികസനത്തിന് വേണ്ടി നമ്മുടെ നാടും മറ്റു നാടുകളെപ്പോലെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ആ മാറ്റത്തിനായിട്ട് വോട്ട് നൽകണം. ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണം.